കല്യാണത്തിന് മുൻപേ ഉള്ള ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഭയങ്കര പാപമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ചത്ത കിളിയുടെ ജാതകം നോക്കാൻ പാടില്ല. നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ, ഇത് ഓക്കെ ആയിട്ട് നോക്കിയിട്ട് മതി. സെക്ഷൽ ഡിസോർഡറുകൾ കൂടുതലാണ്, സെക്ഷൽ ഡിസീസ് കൂടുതലാണ്, ടൈമിംഗ് കുറവായത് കൊണ്ട് കല്യാണം വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ പോലെ നമുക്ക് അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ പോലും സാലറി ഇപ്പോഴും ഭർത്താവിൻ്റെ കയ്യിലാണ് പോകുന്നത്. ഇപ്പോൾ സെക്സ് ടോയ്സിന്റെ കാലം കൂടിയാണ്. സ്വന്തം ബോഡി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാൾക്ക് മറ്റൊരാളുടെ സംതൃപ്തിപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത്. പുരുഷന് എത്ര എഫേർട്ട് എടുത്താലും ആ പ്ലഷർ കിട്ടില്ല. സെക്സ് ടോയ്സ് ഇസ് എ ബെസ്റ്റ് ചോയ്സ്. ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. ഹൈജീൻ അല്ലാത്ത സ്ത്രീകളുടെ അടുത്തേക്ക് പോകുന്നതിനേക്കാളും നമ്മൾ പ്രത്യക്ഷത്തിൽ അറിയുന്നില്ല എന്നുള്ളൂ. പരോക്ഷമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ കോണ്ടംസ് യൂസ് ചെയ്യാൻ അവർ മടിക്കുന്നു. ചിലവർക്ക് പെട്ടെന്ന് പോകുന്നു എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരാറുണ്ട്. IPL എന്ന് പറയുന്നത് എമർജൻസി കോൺട്രാസെപ്റ്റിക് മെത്തേഡാണ്. അത് ഒരുപാട് എടുക്കുന്നത് വളരെ ഇംപ്ലാന്റ് ചെയ്യുന്ന പുതിയ മെത്തേഡ്സ് ഉണ്ട്. നമ്മുടെ ഗവൺമെൻറ് തന്നെ ഹെൽത്തുകൾക്ക് ഇടിക്കുന്നുണ്ട്. പക്ഷെ ചിലർക്ക് ഭയമാണ്. എല്ലാവരും വിചാരിക്കുന്നത് HIV മാത്രമാണ്, ഗോണേറിയ, സിഫിലിസ്, എന്തെല്ലാം അസുഖങ്ങൾ ഇഷ്ടംപോലെ കയറി വരുന്നുണ്ട്. സെക്ഷൽ ട്രാൻസ്മിറ്റ് ഡിസീസ്, ചൊറിച്ചിലും പുകച്ചിലും ഒക്കെ വരും. ഇന്നും ഡോക്ടറെ അടുത്ത് പോകാൻ വരെ മടിയുള്ള എത്രയോ സ്ത്രീകളുണ്ട്. ഇതെന്തോ മാനസിക പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് വരുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ പറയാൻ മടിയായിട്ട് സ്വയം ചികിത്സിക്കും. അത് ഫംഗൽ ഇൻഫെക്ഷൻ ആണോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ എന്നുള്ളത് നോക്കില്ല. പുരുഷൻ എപ്പോഴും കാരിയറാണ്. പിന്നെയും ഇൻജെക്റ്റ് ആവും, പിന്നെയും ചൊറിയാൻ തുടങ്ങും. പക്ഷെ പുരുഷനും മരുന്ന് കഴിക്കണം. കെട്ടിയോളാണെന്നെ മലാക എന്ന് പറഞ്ഞ സിനിമയിലെ മാരിറ്റൽ റേപ്പ് ആസിഫ് അലി നടത്തുന്നുണ്ട്. പ്രോപ്പർ എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ടും കൂടിയാണ്, അല്ലെങ്കിൽ പ്രോപ്പർ സെക്സ് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. ഈ ലിപ്സ്റ്റിക് അണ്ടർ മൈ ബുർക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിന്ദി ഫിലിമുണ്ട്. അതിൽ ഈ സൊനാക്ഷിൻ്റെ കൊങ്കണ സെൻ ശർമ്മയുടെ ഹസ്ബൻഡായിട്ട് വരുന്നൊരു പുള്ളി. അപ്പോൾ പുള്ളി ഗൾഫിലാണ്. അപ്പോൾ നാട്ടിൽ വരുന്ന സമയത്ത് ഇവർ ഡെയിലി സെക്സ് ചെയ്യും. അപ്പോൾ സെക്സ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഓൾറെഡി 3-4 പിള്ളേരുണ്ട്. സെക്സ് ചെയ്യുന്ന സമയത്ത് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഒന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ ഓരോ സമയത്ത് ഡോക്ടറെ അടുത്ത് പോയിട്ട് IPL കഴിച്ച് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ കോണ്ടംസ് യൂസ് ചെയ്യാൻ അവർ മടിക്കുന്നു. എന്തുകൊണ്ടാണ് ആണുങ്ങൾക്ക് കോണ്ടംസ് യൂസ് ചെയ്യാൻ ഇത്രയധികം മടി? കോണ്ടംസ് എന്ന് വെച്ചാൽ എപ്പോഴും സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് അല്ലേ എപ്പോഴും ആസ്വാദനകരം എന്ന് പറയുന്നത്. കോണ്ടംസ് യൂസ് ചെയ്യാൻ ചിലർക്ക് കോണ്ടംസ് യൂസ് ചെയ്തതിൽ എറക്റ്റ് ആവില്ല. ചിലവർക്ക് പെട്ടെന്ന് പോകുന്നു എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരാറുണ്ട്. അതാണ് പുരുഷന്മാർ കോണ്ടംസ് പ്രിഫർ ചെയ്യാതെ. പക്ഷെ അതിനേക്കാൾ വലിയ ഡേഞ്ചർ എന്ന് പറയുന്നത് IPL എന്ന് പറയുന്നത് എമർജൻസി കോൺട്രാസെപ്റ്റിക് മെത്തേഡാണ്. അത് ഒരുപാട് എടുക്കുന്നത് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോടുകൂടി. ഇവിടെ ഇപ്പോൾ മെഡിക്കൽ ഷോപ്പുകളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷെ ഒരു പരിധിക്കപ്പുറം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അത് അതിനേക്കാളും വളരെ ഇംപ്ലാന്റ് ചെയ്യുന്ന പുതിയ മെത്തേഡ്സ് ഉണ്ട്. STDs, സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് വരാതിരിക്കാനുള്ള, അതുപോലെ തന്നെ മറ്റേ കോപ്പർ ടീ, അല്ല മൾട്ടിലോയിഡ് 76, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഗവൺമെൻറ് തന്നെ ഹെൽത്തുകൾക്ക് ഇടിക്കുന്നുണ്ട്. പക്ഷെ ചിലർക്ക് ഭയമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ പ്രോപ്പറായിട്ടുള്ള സെക്സ് എന്ന് പറയുന്നതിൽ സെക്സ് ചെയ്യാമെന്നുള്ളത് മാത്രമല്ല, സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസിനെ കുറിച്ചിട്ട് പറയാം. എല്ലാവരും വിചാരിക്കുന്നത് HIV മാത്രമാണ്, ഗോണേറിയ, സിഫിലിസ്, എന്തെല്ലാം അസുഖങ്ങൾ ഇഷ്ടംപോലെ കയറി വരുന്നുണ്ട്. അല്ലെങ്കിൽ കൂടുതലായിട്ട് വ്രണങ്ങൾ വരുന്നത്, ചൊറിച്ചിൽ വരുന്നത്, ഇതൊന്നും ആളുകൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ളത്. സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസിനെ കുറിച്ചിട്ട് യെസ്, അതേക്കുറിച്ച് മാത്രമാണ് ആളുകൾ ചർച്ച ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇത് കൂടുതലായിട്ടും സെക്ഷൽ ട്രാൻസ്മിറ്റ് ഡിസീസ്, ചൊറിച്ചിലും പുകച്ചിലും ഒക്കെ പറ്റി ഇന്നും ഡോക്ടറെ അടുത്ത് പോകാൻ വരെ മടിയുള്ള എത്രയോ സ്ത്രീകളുണ്ട്. എൻ്റെ സത്യം പറഞ്ഞാൽ നമ്മളടുത്തൊക്കെ വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ, ഈ പുകച്ചിലും ചൊറിച്ചിലൊക്കെ വരുമ്പോൾ എത്ര കാലം, 2-3 മാസമൊക്കെ അത് വെച്ചിട്ട് ഇതെന്തോ മാനസിക പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് വരുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ പറയാൻ മടിയായിട്ട് വരുന്ന കേസുകളുണ്ട്. ചിലർ സ്വയം മഞ്ഞളൊക്കെ തേച്ച് ചൂടുവെള്ളമൊക്കെ വെച്ച്, മീൻസ് നമ്മളൊരു ചൊറിച്ചിൽ വന്ന അല്ലെങ്കിൽ വജൈനൽ ടാബ്ലറ്റോ അല്ലെങ്കിൽ ഇൻടേക്ക് ചെയ്യേണ്ടി വരും, ടാബ്ലറ്റ്സ് ഒക്കെ ഇൻടേക്ക് ചെയ്യേണ്ട കേസ് വരെ. അങ്ങനെ പറയുമ്പോൾ അവരൊക്കെ ഒരു ഇങ്ങനെയുള്ള കേസ്, സെക്ഷൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മെൻ്റലി ആയിട്ടുള്ള അസുഖങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് മെൻ്റൽ ഹെൽത്ത്, ഇറ്റ്സ് ഓൾ അബൌട്ട് ഫിസിക്കൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരിക്കലും ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ സേവനം വേണം, അതല്ലെങ്കിൽ ഒരു ഗൈനക്കിൻ്റെ വേണ്ടി വരും, ഒരു സെക്സോളജിസ്റ്റിൻ്റെ വരും, എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ വരും, ഒരു ന്യൂറോളജിക്കലി ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി വരും, ഒരു
യൂറോളജി വേണ്ടി വരും. അപ്പം ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ട് നമുക്ക് അപ്പോൾ തന്നെ നമ്മൾ റെഫർ ചെയ്യുക എന്നുള്ളതാണ്. ഞാനൊന്നും അങ്ങനെയുള്ള ഒരു കാര്യവും അറ്റൻഡ് ചെയ്യാറില്ല. നമ്മൾ റെഫർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ടാബ്ലറ്റ് എടുത്തതിന് ശേഷം ഇത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ ചൊറിച്ചിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവർ കൂടുതലും ഒരു സ്വയം ചികിത്സിക്കും. അത് ഫംഗൽ ഇൻഫെക്ഷൻ ആണോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ എന്നുള്ളത് നോക്കില്ല. പുരുഷൻ എപ്പോഴും കാരിയറാണ്. പുരുഷന് ചൊറിച്ചിൽ വരില്ല. പുരുഷൻ ബന്ധപ്പെടുന്നു, പുരുഷൻ ഇവിടെ ഉണ്ടാവും, ബാക്ടീരിയ ഉണ്ടാവും. സ്ത്രീ ചൊറിയാൻ തുടങ്ങും, പിന്നെയും മരുന്ന് വെക്കും, മാറും. പക്ഷെ ഇവിടെ ഉണ്ട്, പിന്നെയും ഇൻജെക്റ്റ് ആവും, പിന്നെയും ചൊറിയാൻ തുടങ്ങും. പക്ഷെ പുരുഷനും മരുന്ന് കഴിക്കണം, പക്ഷെ പുരുഷൻ കഴിക്കില്ല. പക്ഷെ ഇതിനെക്കുറിച്ച് ഗൈനക്കിൻ്റെ അടുത്ത് പോയാലല്ലേ അറിയുള്ളൂ, അല്ലെങ്കിൽ ഇത് എന്താണെന്ന് ചെക്ക് ചെയ്യാലല്ലേ അറിയുള്ളൂ. ചിലർ ഉപ്പിട്ട ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ വരുന്ന ആളുകളാണ്. അപ്പം ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു പ്രോപ്പർ നോളജ്, ഹൗ ടു ഡു എ ഗ്രേറ്റ് സെക്സ് എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു സെക്ഷൽ ഡിസീസ് പറയണം, ഡിസോർഡർ പറയണം, ഒരു ഓരോ ഏജിൽ എങ്ങനെയാണ് നമ്മൾ സെക്സിനെ കാണുന്നത് എന്നുള്ളത് പറയണം. അതുപോലെ തന്നെ പോസ്റ്റ്പാർട്ടം മീൻസ് ലൈഫ് ആഫ്റ്റർ ഡെലിവറി എങ്ങനെയാണ്, ഇതെല്ലാത്തിനെ കുറിച്ചിട്ട് നമ്മളൊരു പ്രോപ്പർ നോളജ്, ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ക്രിസ്ത്യൻസിലുണ്ട്. പക്ഷെ എന്നാലും പ്രോപ്പർ അല്ല എന്നാണ് കേട്ടിട്ടുള്ളത്. കുറച്ചും കൂടെ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ബയോളജി ക്ലാസ്സിൽ എക്സും വൈ എന്നല്ലാതെ അതിലപ്പുറത്തേക്ക് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ പഠിച്ചോ എന്നല്ലേ പറയുന്നത്. പക്ഷെ പ്രോപ്പറായിട്ട് നമ്മൾ അവരുടെ ഒരു കല്യാണത്തിന് മുൻപേ ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് വളരെ നിർബന്ധമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കല്യാണം കഴിയാൻ പോകുന്ന ഒരു കുഞ്ഞുങ്ങൾക്ക് കെട്ടിയോളാണെന്നെ മലാക എന്ന് പറഞ്ഞ സിനിമയിലെ മാരിറ്റൽ റേപ്പ് ആസിഫ് അലി നടത്തുന്നുണ്ട്. കാരണം പുള്ളിക്ക് അറിയില്ല എങ്ങനെയാണ് സെക്സ് ചെയ്യേണ്ടതെന്നുള്ള അറിയില്ല. അപ്പോൾ സുഹൃത്തുക്കളൊക്കെ കൂടി പറഞ്ഞിട്ട് അതിഭീകരമായി ബെഡിൽ പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഭാര്യനെ പിന്നീട് റേപ്പ് ചെയ്യാണ്. യെസ്, അത് എന്താ വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. പുരുഷൻ എടാ ഇത് ഇന്നത്തെ ദിവസമാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർ എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ടും കൂടിയാണ് ശരിക്കും ഇപ്പൊ വരുന്ന കേസുകളിൽ അത്രയും നമുക്ക് മനസ്സിലാകുന്നത് ഒരു സ്ത്രീ എന്താണ് അല്ലെങ്കിൽ പ്രോപ്പർ സെക്സ് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. കൂടുതൽ പുരുഷന്മാർക്കും ഈ ഓറൽ സെക്സ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ആളുകളാണ്. അതായത് അവർക്ക് ഇൻ്റർകോഴ്സ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഓറൽ സെക്സിനോടാണ് താല്പര്യം. ഈ ഓറൽ സെക്സ് കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ ഓറൽ ക്യാൻസർ വരുന്ന എന്തോ ഉള്ളൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ശരിക്കും ഈ ഓറൽ സെക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസ്ക് എത്രമാത്രമുണ്ട്? ഞാൻ പറഞ്ഞില്ലേ, ഒരു സെക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ട് പേഴ്സണൽ ഹൈജീൻ, പ്രത്യേകിച്ച് നമ്മുടെ പ്രൈവറ്റ് പാർട്ട്, ഒരു നമ്മുടെ വജൈന എന്ന് പറയുന്നത് ഒരു മോയ്സ്ചർ ഇതിലുള്ളതാണ്. അപ്പോൾ കുറച്ച് ഫ്ലഷിയാണ്. പിന്നെ അത് മാത്രമല്ല ഓരോ ടൈം പീരീഡ് നമ്മുടെ പീരീഡ്സിൻ്റെ കുറച്ച് മുമ്പ് നമ്മുടെ വൈറ്റ് ഡിസ്ചാർജ് കുറച്ചും കൂടെ വെറ്റായിട്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ആ ഭാഗങ്ങളിൽ ചില സ്മെല്ലുകൾ ഉണ്ടാവാം. അപ്പോൾ ചിലവരെ സംബന്ധിച്ചിടത്തോളം ചില കേസിൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒട്ടുമിക്ക പുരുഷന്മാർക്കും ഓരോ സെക്സ് ഇഷ്ടം എന്ന് പറയാം. ഓരോ സെക്സ് ഇഷ്ടമല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള എത്രയോ സ്ത്രീകൾ കണ്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ താഴ്ഭാഗത്തേക്ക് പോവാത്ത എത്രയോ ആളുകളുണ്ട്. പക്ഷേ ഇതിൽ ബേസിക് ആയിട്ട് വൃത്തി, ഞാൻ പറയില്ല, ബാക്ടീരിയൽ ഇൻഫെക്ഷനും ഫംഗൽ ഇൻഫെക്ഷനും ഒക്കെ വരാൻ സാധ്യതയുള്ള ഏരിയ ആണ്. പ്രത്യേകിച്ച് മൂത്രം ഒഴിച്ചിട്ട് കഴുകിയില്ലെങ്കിൽ, നന്നായിട്ട് വാഷ് ചെയ്തില്ലെങ്കിൽ, പിന്നെ കൂടുതലായിട്ടുള്ള സോപ്പ് യൂസ്, ഇതൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പം ഇങ്ങനെ വൃത്തിയില്ലാത്ത ഒരാളുടെ അടുത്ത് പോയി ഇത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരാളുകളുടെ അടുത്തേക്ക് പോവുകയാണെങ്കിലും സാധ്യത. പിന്നെ ഓറൽ മീൻസ് സ്ത്രീകളുടെ കോണ്ടംസ് യൂസ് ചെയ്യുന്ന ഇതിട്ട് ഓറൽ സെക്സ് ചെയ്യുന്നത് സേഫ് ആണെന്നാണ് പറയുന്നത്. ഓറൽ സെക്സ് സേഫ് ആണോ അല്ലയോ എന്നുള്ളത് ചിലത് ക്ലിറ്റ് മാത്രം യൂസ് ചെയ്തിട്ട് ഓറൽ സെക്സ് സ്റ്റിമുലേഷൻ ചെയ്തു കൊടുക്കുന്നവരുണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദ പാർട്ട് വാൾവയിലേക്കോ അല്ലെങ്കിൽ വജൈനയുടെ പാർട്ടിലൊക്കെ പോകുമ്പോൾ ഈ പറയുന്ന പോലെ മോയ്സ്റ്റ് ആയിട്ട് വരുമ്പോൾ സാധ്യതകൾ വളരെ കൂടുതലാണ്. ഓറൽ ക്യാൻസറൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതെന്ന് കേട്ടിരുന്നു. പക്ഷേ ഇതാണ് ഇതിൻ്റെ കാരണം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ദർ ഇസ് എ ചാൻസ്. ദർ ഇസ് എ ചാൻസ് എന്ന് പറയുമ്പോൾ എനിക്കത് വളരെ ഇതായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഈ പറയുന്ന പോലെ ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ വന്നൊരു വജൈന എന്ന് പറയുന്നത് കൂടിയ കേസ് എന്നൊക്കെ പറയുന്നത് ഈ പാട പോലെയൊക്കെ വെളുത്ത പാല് പോലെ കട്ട പിടിച്ചിരിക്കും, പായൽ പോലെയൊക്കെ, അത് മഞ്ഞയായിട്ട് വരുന്നവരുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന കേസിൽ നമ്മൾ ഓറൽ സെക്സ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? പ്രത്യേകിച്ച് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല ചൊറിച്ചിൽ. സ്ത്രീകൾക്ക് ഒരു ഇന്റർകോഴ്സ് ചെയ്യുമ്പോഴത്തേക്കും പുകച്ചിലും നീറ്റലും ഒരു കത്തുന്ന പോലത്തെ ഒരു ഫീലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ഓറൽ സെക്സ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സ്ത്രീകൾ ഇപ്പോഴാണ് സ്വന്തം ബോഡി എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്.
പണ്ട് കാലത്ത് ഫിംഗറിങ് ചെയ്യുക അല്ലെങ്കിൽ സ്വന്തമായി മാസ്റ്റർബേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ ഫിംഗറിങ് ചെയ്യാൻ പറ്റുമോ, മാസ്റ്റർബേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്ന സ്ത്രീകളുണ്ട്. പക്ഷെ ഇപ്പോഴാണ് യെസ്, എനിക്ക് ഒരു പുരുഷൻ വേണമെന്നില്ല, എനിക്ക് സ്വന്തമായിട്ട് പ്ലഷർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് പ്ലഷർ അനുഭവിക്കാൻ പറ്റുമെന്ന് സ്ത്രീകൾ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ സെക്സ് ടോയ്സിൻ്റെ കാലം കൂടിയാണ്. അപ്പോൾ ഹൗ ടു ഫൈൻഡ് റൈറ്റ് സെക്സ് ടോയ്സ്, സ്ത്രീകൾക്ക് അനുയോജ്യമായിട്ടുള്ള സെക്സ് ടോയ്സ് ഏതൊക്കെയാണ്? അല്ല, സെക്സ് ടോയ്സിനെ ഡിപ്പെൻഡ്, ഇപ്പം മൾട്ടിപ്പിൾ പാർട്ട്ണർ, ഇപ്പം റീസെൻ്റ് ആയിട്ട് ഞാനൊരു ക്ലാസ്സിന് പോയപ്പം അവിടെ ഒരു സാറ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ബോഡി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാൾക്ക് മറ്റൊരാളുടെ സംതൃപ്തിപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ്. അതൊന്ന്. രണ്ടാമത്, നമ്മൾ സെക്സ് ടോയ്സിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലിറ്റോറിസിലാണല്ലോ വരിക സ്ത്രീകൾ, അപ്പോൾ പിന്നെ പുരുഷന് എത്ര എഫേർട്ട് എടുത്താലും ആ പ്ലഷർ കിട്ടില്ല. അപ്പോൾ സെക്സ് ടോയ്സ്, പിന്നെ ഇങ്ങനെ പറയാറുണ്ട്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആളുകളായിട്ട് ഇങ്ങനെ സെക്സ് ചെയ്യുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സെക്സ് ടോയ്സ് ഇസ് എ ബെസ്റ്റ് ചോയ്സ്. കാരണം സെക്ഷൽ ഡിസോർഡർ വരാതിരിക്കാനുള്ള ചാൻസ് കൂടെ. ഇപ്പോൾ ഈ ഗൾഫിൽ നിന്നൊക്കെ നമുക്ക് വരുന്ന കോളുകൾ അത്രയും മസാജ് സെൻറ്ററിൽ പോയി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആളുകളായിട്ട് എന്ത് ചെയ്യും, ലീവില്ല, ഇത്തരം ഫീലിങ്സ്, അങ്ങനെയൊക്കെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആളുകളായിട്ടൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മാസ്റ്റുർബേഷൻ അല്ലെങ്കിൽ സെക്സ് ടോയ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതൊരു മതങ്ങളെ സംബന്ധിച്ച് ഒരു സിന്നാണ്. പക്ഷെ അവർക്ക് ഒരു പേഴ്സണൽ ലൈഫില്ല. പക്ഷെ പല സ്ത്രീകളായിട്ട് പല ഈ പറയണ പോലെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈജീൻ അല്ലാത്ത സ്ത്രീകളുടെ അടുത്തേക്ക് പോകുന്നതിനേക്കാളും മച്ച് ബെറ്റർ ദാൻ ദിസ് എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതിനൊന്നും നമുക്ക് ഒരു പ്രൊമോട്ട് ചെയ്ത് പറയാനും പറ്റില്ല. ഓക്കെ, സെക്സ് ടോയ്സ് അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ എത്രത്തോളം അവൈലബിൾ ആണ്? സെക്സ് ടോയ്സ് ഈ രാജ്യത്തല്ല, മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഈ പറയുന്ന പോലെ നോർമൽ ഒരു ഗ്രോസറി ഷോപ്പ് പോലെ തന്നെ ഉണ്ട്. ഇവിടെ അങ്ങനെയില്ല. ഇവിടെ ഓൺലൈനിൽ ഇഷ്ടംപോലെ വിപണനം നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പ്രത്യക്ഷത്തിൽ അറിയുന്നില്ല എന്നുള്ളൂ. പരോക്ഷമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. സെക്സ് ചെയ്തിട്ട് റിഗ്രറ്റ് അനുഭവിക്കുന്ന, കുറ്റബോധം അനുഭവിക്കുന്ന ആണുങ്ങളുണ്ട്. റീസെൻ്റ് ആയിട്ട് സ്പാ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു മസാജ് സെൻറ്ററിൽ നടക്കുന്ന കാര്യങ്ങളാട്ടോ പറയുന്നത്. അപ്പോൾ അതിൽ ഒരു വളരെ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു ആണ് വരുന്നു. അയാൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ സെക്സ് ചെയ്യുന്നത്. അപ്പോൾ ഹാപ്പി എൻഡിങ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊസീജിയർ അവിടുത്തെ സ്റ്റാഫ് അയാൾക്ക് ചെയ്തു കൊടുക്കുന്നു. പുള്ളി ആദ്യമായിട്ട് ചെയ്തുകൊണ്ട് പുള്ളിക്ക് ഭയങ്കര കുറ്റബോധം, ഇതെന്തോ വലിയ പാപമാണോ തെറ്റാണെന്നോ അറിയാത്തതുകൊണ്ട് പുള്ളി ആ സ്റ്റാഫിനെ നിർബന്ധിക്കാവാ നമുക്ക് കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള കേസസ് ഒക്കെ വന്നിട്ടുണ്ട്. അത്തരത്തിലെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ മുതൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉമ്മ വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ പാപമാണ് എന്ന് ചിന്തിക്കുന്ന എല്ലാവരും അങ്ങനെയല്ല. എല്ലാവരും ഡിപ്പെൻഡ്സ് അപ്പോൺ അവരുടെ വിശ്വാസങ്ങളാണ് അല്ലേ. വിശ്വാസം, നമ്മളൊക്കെ ദൈവം കാണും അല്ലെങ്കിൽ പഠിച്ചവൻ അറിയും എന്നുള്ളൊരു ഭയത്തിലാണ് നമ്മൾ മാസ്റ്റുർബേഷൻ ചെയ്യാതിരിക്കുന്നത്. ആ മാസ്റ്റുർബേഷൻ അങ്ങനെ മതത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇതിനെ കുറയ്ക്കുന്ന ആളുകൾ. പക്ഷേ ഇതിനെ നിങ്ങളിപ്പോൾ തെറപ്പിയിലൂടെ മാറ്റുന്നവരുണ്ട്, പ്രാർത്ഥനയിലൂടെ മാറ്റുന്നവരുണ്ട്. പക്ഷേ എങ്ങനെയായാലും മാറിയാൽ മതിയല്ലോ. അതാണല്ലോ നമുക്കിത് മാറുക എന്നുള്ളതാണല്ലോ. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക റീഗ്രറ്റ്. ഇപ്പം സ്വാഭാവികമായിട്ട് എക്സ്ട്രാ മാരിറ്റൽ അഫെയറോ അല്ലെങ്കിൽ വേറൊരാളായിട്ട് സെക്സ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് തോന്നുന്നത് ഗിൽട്ട് ഓവർ ചെയ്യുക എന്നുള്ളതാണ്, ഗിൽട്ട് വരിക എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെ പറ്റിയല്ലോ എന്ന് വിചാരിച്ച് ഗിൽട്ട് വന്നൊരു ഡിപ്രഷൻ വരികയാണ്. അങ്ങനെ വരുന്ന കേസുകളുണ്ട്. പക്ഷെ ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച്. പക്ഷെ ചിലവരുണ്ട്, ചില കേസിലുണ്ട് നമ്മളൊരു സെക്ഷലി ഇന്റർകോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അയാളെ തന്നെ കല്യാണം കഴിക്കാം, നമ്മുടെ മനസ്സും ശരീരവും. പക്ഷെ ലൈഫ് എന്ന് പറയുന്നത് ലൈഫ് എന്ന് പറയുന്നത് യെസ്, സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ്. പക്ഷേ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സന്തോഷവും സമാധാനവും നമ്മളെ വളരാൻ സഹായിക്കുന്ന മനുഷ്യരുടെ കൂടെ ജീവിക്കുക എന്നുള്ളതാണ് അല്ലേ. എസ്പെഷ്യലി സമാധാനം അല്ലേ. ഇനി സ്നേഹമുള്ളിടത്ത് സമാധാനം ഉണ്ടോ? ഇല്ല അല്ലേ. റൈറ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഗുഡാണോ? ആണോ? നമുക്കൊരു റൈറ്റ് ചോയ്സായി നമ്മൾ തിരഞ്ഞെടുത്തു, പക്ഷെ അത് നമുക്ക് നല്ലതാണോ? ചിലപ്പോൾ അങ്ങനെ നല്ലതല്ലാണ്ട് അങ്ങനെയില്ലേ. ചിലപ്പോൾ ചില സ്ത്രീകൾ പറയുന്നു എന്തോ ഒരു സ്നേഹമാണോ, എനിക്ക് സ്നേഹം കൊണ്ട് പറ്റണില്ല എന്ന് പറയുന്ന ആളുകൾ വീർപ്പ് മുട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ഇതെല്ലാം ഒരു നമ്മൾ പറയാറില്ലേ പാകപ്പെടലാണ് മനുഷ്യൻ. നമ്മളൊരു പാകപ്പെടലുണ്ട് ജീവിതത്തും കൊണ്ട്. നമ്മുടെ ജീവിതം എങ്ങനെയാണ് അറ്റ് ദ ഏജ് ഓഫ് 20 തോന്നിയ ചിന്തയല്ല നമ്മുടെ 25 ഉണ്ടാവുക.
എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, പണ്ട് നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈ അർജുൻ റെഡ്ഡിയിലൊക്കെ ഉള്ള പോലെ ഭയങ്കര മാസ് കാണിക്കുന്ന, അല്ലെ എല്ലാവരോടും ഭയങ്കര ഷൗട്ട് ചെയ്യുന്ന, അഗ്രസീവായി പെരുമാറുന്ന പുരുഷന്മാരോടായിരിക്കും നമുക്കൊരു ടീനേജ് പ്രായത്തിലൊക്കെ ഇഷ്ടം ഉണ്ടാവുക. ഈ ധ്യാൻ ശ്രീനിവാസിന് ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാഡ് ബോയ് സിൻഡ്രം. ബാഡ് ബോയ്സിനോടാണ് പെൺകുട്ടികൾക്ക് ഇഷ്ടം തോന്നുന്നത്. പക്ഷേ മറിച്ച് നമ്മളൊരു കല്യാണത്തിലേക്ക് വരുമ്പോൾ നമ്മളൊരു ഏജ് കുറച്ചുകൂടി മാറിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഇന്നസെൻ്റ് ആയിട്ടുള്ള, കുറച്ചുകൂടി മെച്യൂർഡ് ആയിട്ടുള്ള, നമ്മളെ കേൾക്കാൻ പറ്റുന്ന ആണുങ്ങളോടാണ് നമുക്ക് ആ ഒരു ഇഷ്ടം തോന്നുന്നത്. അത് ഏജിൻ്റെ ആ ഒരു ഇതിൽ മാറുന്നതാണോ? ഏജിൻ്റെ മാത്രമല്ല, ഇതിൽ പലപ്പോഴും ഈ ബാഡ് ബോയ് സിൻഡ്രോം എന്ന് പറയുന്നത് അതിൽ കൂടുതലും നാർസിസ്റ്റ് അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ള ആളുകളാണ്. അപ്പം ഇവരുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലിപ്പൻ്റെ കാന്താരിയൊക്കെ ഇതിൽ പെടുന്നതാണ്. അപ്പോൾ ഈ നാർസിസ്റ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എക്സ്ട്രീം ഫീലിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദേഷ്യവും വഴക്കും ഒക്കെ ആണെങ്കിൽ നാളെ ഹോട്ടലിൽ ഫുഡ് കൊടുക്കുന്നു, സ്വർണം ഗിഫ്റ്റ് കൊടുക്കുന്നു, പിന്നെ കറങ്ങാൻ കൊണ്ടുവന്നു, പിറ്റേ ദിവസം വീണ്ടും നമ്മളെങ്ങനെ കൺഫ്യൂസ് ചെയ്യും. അബ്യൂസിങ് ഉണ്ടാവും, എന്നാൽ ലവ് ബോംബിങ് ഉണ്ടാവും, ഗ്യാസ് ലൈറ്റിംഗ് ഉണ്ടാവും, ഇങ്ങനെ മാറി മറിഞ്ഞ്. പക്ഷെ ഇതുമായിട്ട് എന്ത് യൂസ്ഡ് ആവും. പിന്നെയൊക്കെ നമ്മുടെയൊക്കെ എനിക്ക് തോന്നുന്നു, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ലേലത്തിലെ ചാക്കോച്ചി എൻ്റെയൊക്കെ ഒരു ഫേവറേറ്റ് ഹീറോ ആയിരുന്നു, അല്ലെങ്കിൽ നരസിംഹത്തിലെ മോഹൻലാൽ. നമ്മൾ പഴയ എത്ര സിനിമകളിൽ സ്ത്രീകൾ അടിക്കുമ്പോൾ അവർക്കൊന്ന് കുട്ടിക്കേണ്ടതായിരുന്നു. അല്ലല്ല, നമ്മൾ പറയാറില്ലേ നമ്മള് വാത്സല്യത്തിലെ സിദ്ദീഖിന്റെ വൈഫ് അതില് ഫുഡ് കഴിക്കാൻ വരുന്ന മമ്മൂട്ടിയെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഓ അവൾക്കൊന്ന് അടങ്ങി ഒതുങ്ങി നിന്നാ പോരെ. പക്ഷെ എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുന്നിടത്ത് നമുക്ക് വൃത്തിയില്ലാതെ വരുന്ന ഒരാളോട് നമുക്ക് എന്താ ഫീൽ ചെയ്യാം? യെസ്. അല്ലെങ്കിൽ സ്ത്രീ അടങ്ങേണ്ടവളാണ്, ഒതുങ്ങേണ്ടവളാണ്. ഇന്നത്തെ സ്ത്രീയോട് അത് പറയാൻ പറ്റും. അപ്പൊ പഴയ അൺറേറ്റഡ് ആയിട്ടുള്ള എത്രയോ മൂവീസിൽ സ്ത്രീകളെ തല്ലുമ്പോൾ നമ്മൾ പറയും ഒന്ന് കുട്ടിക്കണം അവൾക്ക് എന്ന് നമ്മൾ തന്നെ സ്ത്രീകൾ തന്നെ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ കൺസെപ്റ്റ് എന്താണ്? ഒന്ന് തല്ലിയാൽ അവനാണ്. നമ്മൾ പ്രേമിച്ച ഒരുപാട് ആളുകൾ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തന്നെ അയ്യേ ഇവരെയാണോ നമ്മൾ പ്രേമിച്ചെന്നുള്ളൊരു ഞാൻ സ്നേഹിച്ച അവനോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നീ രക്ഷപ്പെട്ടു. അങ്ങനെ പറഞ്ഞ ഒരുപാട് പെൺകുട്ടികൾ ഇപ്പൊ ഉണ്ട്. അതായത് പണ്ട് നമ്മൾ ആ ഒരു സമയത്ത് പ്രേമിച്ചിട്ട് ഇപ്പൊ അവരെ നോക്കുമ്പോൾ ഈ ഇവനൊക്കെയാണോ ഞാൻ പ്രേമിച്ചേ എന്ന് തോന്നുന്ന എന്ന് പറയുന്ന സ്ത്രീകൾ. അല്ല, ടീനേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടറ്റവും വളരാത്ത ജീവി എന്നാണ് കമലാസുരയ്യ പറഞ്ഞിട്ടുള്ളത്. കാരണം നമുക്ക് നല്ലത് ഏതാണ് ചീത്തതെന്ന് പേർക്കില്ല. നമുക്ക് ടീനേജിൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ നമുക്ക് എന്താണ് നല്ലത്. നമ്മൾ ആംബിഷ്യസ് അല്ല, നമ്മൾ കോൺഷ്യസ് അല്ല. നമ്മൾ ആ സമയത്ത് നമ്മുടെ ഹോർമോൺ പീക്ക് ലെവലിലാണ്, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ കുറച്ച് ഇങ്ങനെ ഫാസിനേറ്റഡ് ആണ്, ലസ്റ്റ് കൂടുന്ന ഒരു സമയമാണ്. പക്ഷെ കുറെ കഴിയുമ്പോൾ നമ്മൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ പക്ഷെ അത് ഈ ടീനേജിൽ നിന്ന് മാറാത്ത 30 വയസ്സായിട്ടുള്ള അതേ ചിന്തയിലുള്ള ആളുകളും ഉണ്ട് കേട്ടോ. ഇപ്പോഴും ഇങ്ങനെ ഒരു ഫാന്റസി മൂഡിലുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് നിരാശ കൂടുതൽ. ഇപ്പോഴും ചില ആളുകൾ ചിന്തിക്കുന്നത് ഈ കല്യാണത്തിന് മുൻപേ ഉള്ള ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഭയങ്കര പാപമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ശരിക്കും ഈ കല്യാണത്തിന് മുമ്പേ ഉള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ്, അല്ലെ വേർജിൻ അല്ലാത്ത സ്ത്രീകളെ കല്യാണം കഴിക്കില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. എനിക്ക് വേർജിനായിട്ടുള്ള പുരുഷന്മാരെ വേണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളുണ്ട്. ശരിക്കും ഈ കല്യാണത്തിന് മുന്നേ ഉള്ള ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ്, അതിനോട് എന്താണ് അഭിപ്രായം? സ്ത്രീ വേർജിൻ ആയിരിക്കണം എപ്പോഴും? അങ്ങനെ പറയാൻ പറ്റൂ? നോ. നമ്മളിങ്ങനെ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിലൊക്കെ പറയുന്നൊരു കാര്യം അവരുടെ പ്രീവിയസ് ലൈഫിൽ എന്തുണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ ചത്ത കിളിയുടെ ജാതകം നോക്കാൻ പാടില്ല എന്നാണ്, അല്ലേ? അപ്പോൾ നമ്മൾ അതിൻ്റെ മുൻപ് എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല, ആഫ്റ്റർ നിങ്ങളോട് എങ്ങനെയാണ് ലോയലായിട്ടിരിക്കുക എന്നുള്ളത്. പക്ഷെ ഇതിപ്പോൾ പബ്ലിക്കലി നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ, ഇത് ഓക്കെ ആയിട്ട് നോക്കിയിട്ട് മതി എന്ന്. ചിലപ്പോൾ ഇനി ഒരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കാം നമ്മളൊക്കെ കല്യാണം കാണാൻ പോകുന്നത്. കാരണം സെക്ഷൽ ഡിസോർഡറുകൾ കൂടുതലാണ്, സെക്ഷൽ ഡിസീസ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ വരുന്നത് കൊണ്ട് കൂടുതലായിട്ടുള്ള ആളുകൾ ഓക്കെ ആണോ എന്നുള്ളത് അറിഞ്ഞിട്ട് മതി. ഇപ്പം ലിജോ മോളുടെ ഒരു സിനിമയിൽ കല്യാണത്തിന് മുൻപേ നോക്കുമ്പോൾ ടൈമിങ് കുറവായത് കൊണ്ട് കല്യാണം വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ സ്ത്രീകൾക്ക് അത് ധൈര്യമുണ്ട്. എല്ലാത്തിനും ധൈര്യമാണല്ലോ വേണ്ടത്. അപ്പൊ ഇതൊന്നും പാടുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പിന്നെ ഞാൻ പറയട്ടെ, നമ്മുടെ കല്യാണത്തിന് മുൻപ് നമ്മൾ എന്തായിരുന്നു എന്നുള്ളതല്ല, ആഫ്റ്റർ മാരേജ് ലൈഫ് എന്ന് പറയുന്നത്, ജീവിക്കുക എന്ന് പറയുമ്പം അവിടെ സന്തോഷവും രസങ്ങളും പിന്നെ ഫൈനാൻഷ്യൽ ക്രൈസിസും, നമ്മൾ വളരെ ലക്ഷറി മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ്. അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ വലുതാവുന്നതനുസരിച്ച് നമുക്ക് മതിവരാതെ വരും, പല കാര്യങ്ങളും കമ്പാരിസൺ വരാൻ തുടങ്ങും. അപ്പം പിന്നെ ഈ നമ്മളെ മറ്റുള്ളവരെ പോലെ നമുക്ക് അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും. അപ്പം ഈ അപ്സും ഡൗൺസും ഒരേപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുള്ള ആണെങ്കിൽ കുറേയൊക്കെ കോമ്പൻസേറ്റ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ ഇപ്പോഴും സ്ത്രീകൾ ഡിപ്പെൻഡബിൾ ആയിട്ട്
ആയിട്ടുള്ള ഉണ്ട്. ഇന്നും ഒരു 100 രൂപയ്ക്ക് കൗൺസിലിങ്ങിലൊക്കെ പല സ്ത്രീകളോടൊക്കെ വിഷമം തോന്നില്ല. 100 രൂപയ്ക്ക് വരെ ഒരു 200 രൂപയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പോഴും വിളിച്ച് ചോദിച്ച് അന്വേഷിച്ച് അതെന്തോ ഒരു നിധി കിട്ടിയതുപോലെയൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് മടുപ്പാണ്. മടുപ്പ്, ഭയം. ഈ റിലേഷൻഷിപ്പിൽ അല്ല, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ പോലും സാലറി ഇപ്പോഴും ഭർത്താവിൻ്റെ കയ്യിലാണ് പോണത്. അതുപോലും സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റും. എൻ്റെ അടുത്തൊക്കെ വളരെ നിരാലംബയായിട്ടുള്ള സ്ത്രീകൾ എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള സ്ത്രീകളാണ് വന്നിട്ടുള്ളത്. അത്രയും സ്വയം തീരുമാനം എടുക്കാൻ അറിയാത്ത, ബോൾഡ് ആക്കുക, സ്ട്രോങ്. നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്ട്രോങ് ആക്കുക എന്നുള്ളത്. സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീകളെ ആണുങ്ങൾ ഭയക്കുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനം എടുക്കുന്ന സ്ത്രീയെ പുരുഷന് ഭയമാണ്, കണ്ണിൽ നോക്കി സംസാരിക്കുന്ന സ്ത്രീകളെ ഭയമാണ്, പേടിയാണ്. പിന്നെ പിന്നാമ്പുറത്ത് നിന്ന് അവരെ വളരെ കുറ്റപ്പെടുത്താനും അവർക്ക് ഭയങ്കര രസമാണ്. അല്ലെ, ഒരു സ്ത്രീയെ നമുക്ക് ഏറ്റവും മോശമായിട്ട് എന്താ പറയാ, അവള് ശരിയല്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഞാൻ റീസെൻ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് അതിൽ കമൻ്റ് ഉണ്ട്, നിൻ്റെ ഉണ്ടാവും വീഡിയോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കുണ്ടായാലും എൻ്റെ റിയാക്ഷൻ ഇത് തന്നെയായിരിക്കും. ഞാൻ തെറ്റ് ചെയ്യാത്തടത്തോളം, ഞാൻ എന്നല്ല ഏത് സ്ത്രീയും തെറ്റ് ചെയ്യാത്തടത്തോളം ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതിനപ്പുറം വരുന്നൊരു സമൂഹത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഒരു ന്യൂഡിറ്റി ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ട, നമ്മൾ അങ്ങനെ അല്ലാത്ത പക്ഷം നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് വളരെ മടുപ്പാണ്.